ഡെന്നി സാർ, നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നതല്ലല്ലോ. അല്ല, നമുക്ക് കുറേ ഡൗട്ട് ഉണ്ട്. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത്രയും ഡൗട്ടാണ് നമ്മളെ RRB സ്കോളർഷിപ്പ് ടെസ്റ്റിനെ പറ്റിയിട്ട് കുട്ടികൾ ചോദിക്കുന്നത്. ക്ലാസ്സിലും പോകാൻ പറ്റുന്നില്ല, അവിടെയും ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പം വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കും ഇതിൽ കുറച്ച് ക്ലാരിറ്റി വേണം. അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചുകൊണ്ട് വന്നത്. അതിൽ ഒന്നാമതായിട്ട് എല്ലാവരും ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തുന്നത്? നമ്മൾ പ്രത്യേകമായിട്ട് ഇത്രയും ഹൈപ്പൊക്കെ കൊടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാർ എന്താ അത് സാറ് ചോദിച്ച ചോദ്യം ഒരുപാട് പേര് നമ്മുടെ 3 അക്കാഡമികളിലും ചോദിക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്തിനാണ്, എങ്ങനെയാണ് സ്കോളർഷിപ്പ് നടത്തുന്നത്? അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എന്ന് പറയുന്നത്, നമ്മുടെ സ്കോളർഷിപ്പ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അക്കാഡമിയിലോട്ട് എല്ലാ മന്തും റെയിൽവേ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കുറേ വിദ്യാർത്ഥികൾ വിളിക്കാറുണ്ട്. റെയിൽവേ SSC പോലുള്ള എക്സാമുകളാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ SSC പോലെയുള്ള റെയിൽവേ പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ അക്കാഡമിയിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അതിൽ അറിയാമല്ലോ, ഒരുപാട് ഫിനാൻഷ്യൽ സാഹചര്യത്തിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ നമ്മുടെ അക്കാഡമിയിലോട്ട് വിളിക്കാറുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് ചിലർക്കൊക്കെ ഈ ഇപ്പോഴത്തെ പല ഈ കോഴ്സുകളുടെയും ഫീസ് എന്ന് പറയുന്നത് വളരെ ഭീമമായ ഒരു ഫീസാണ് ഇത്തരം കോഴ്സുകൾക്ക് വരുന്നത്. അപ്പം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം എല്ലാ മന്തും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല സാറേ. ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ഒരുപാട് ഫാക്കൽറ്റി എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ റെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എല്ലാ മന്തും ഇവർക്കൊരു സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരു റെയിൽവേയുടെ എക്സാമിൻ്റെ ടൈമാണ്. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന റെയിൽവേയുടെ എക്സാംസിൻ്റെ ഒരു ടൈം ടേബിൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ദിശ അക്കാഡമിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സാറിന് അറിയായിരിക്കുമല്ലോ, നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ഫ്രീ ആയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ. അത് നമ്മുടെ അക്കാഡമി ഏകദേശം 1400ഓളം വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. അതിൽ 1300 വീഡിയോസും ക്ലാസ്സുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഓഫ്ലൈനായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഇപ്പം നമ്മുടെ അക്കാഡമി ലൊക്കേറ്റ് ചെയ്യുന്ന 4 പൊസിഷൻസാണ് ഉള്ളത്. ഒന്ന് ട്രിവാൻഡ്രം ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്, കൊട്ടാരക്കര ഉണ്ട്, ഇനി ഒരെണ്ണം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം 4 പ്ലേസുകളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഈ 4 പ്ലേസ് ഓഫ്ലൈൻ അക്കാഡമികളിൽ വന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികളൊക്കെ ഉള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 100% സ്കോളർഷിപ്പ് വരുന്ന രീതിയിൽ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. കാരണം വലിയ ഫീസിലൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കൊരു വലിയ ആശ്വാസമാകും ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ സാർ, അപ്പോൾ അതായത് RRBനെ പറ്റിയൊക്കെ നേരത്തെ ഓഫ്ലൈനായിട്ട് ഇറങ്ങിയിരുന്നു പഠിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള എല്ലാ കുട്ടികളും എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഓക്കെ സാർ, അതിൽ വേറെ കുറേ ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ആർക്കൊക്കെ എഴുതാന്നുള്ളത്. അതായത് ഏജിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആർക്കൊക്കെ നമ്മളെ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ച് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് ഇപ്പം നോർമലി ഇപ്പം എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ഇപ്പം ഡിഗ്രി ഫൈനൽ ഇയർ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ നമ്മുടെ അക്കാഡമിയെ സംബന്ധിച്ച് എക്സ്-ആർമി ആളുകൾ ഒരുപാട് പേര് പഠിക്കുന്നതാണ്. അപ്പൊ എക്സ്-ആർമി ആളുകൾ, അതേപോലെ തന്നെ ഒരു ഏജ് 33 വരെ, ഇപ്പൊ റെയിൽവേയുടെ ഏജ് ലിമിറ്റ് അറിയാലോ സാർ, ഒരു 33 വരെയുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റും പല എക്സാമുകൾക്കായിട്ട്. എല്ലാ എക്സാമുകളും നല്ല, ചില എക്സാമുകൾക്ക് 33 വരെ ഉള്ളവർക്ക് വരെ എഴുതാം. അപ്പോൾ 33 വരെയുള്ള ആളുകളെ സംബന്ധിച്ച് ഈ എക്സാം നമ്മൾ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാർച്ച് 2-ാം തീയതി നടക്കുന്ന സ്കോളർഷിപ്പ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഇതാണ്. ഏജ് ലിമിറ്റിനെ പറ്റി ഇതാണ് പറയാനുള്ളത്. ഏത് ഏജ്, ഇപ്പം എക്സ്-ആർമിക്കാർക്കും അതുപോലെ തന്നെ ഏജ് 33 വരെ വരുന്ന ആളുകൾക്കും എന്ത് ചെയ്യാം, എക്സാമിന് അറ്റൻഡ് ചെയ്യാം. പിന്നെ ഓക്കെ സാർ, അപ്പോൾ മെയിനായിട്ട് ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മളൊരു ഏരിയയിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം, സാർ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളാണ്, അപ്പോൾ എന്നെ നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അവരെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഒരു വലിയ ഫീസ് കൊടുത്തിട്ട് ഇപ്പൊ പരസ്യങ്ങളൊക്കെ കൊണ്ട് പോകുന്ന ഒരുപാട്, നമ്മളെ വീഡിയോ തന്നെ ഇപ്പൊ കാണുമ്പോൾ അതിന് മുന്നിൽ കൂടെ ഒരു പരസ്യം പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പരസ്യങ്ങൾ കണ്ട ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് അവർ പിന്നെ ചോദിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ അല്ലാതെ തന്നെ റെഗുലർ ബാച്ചുകൾ വരുമ്പോൾ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വരുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആണെന്നൊന്നും അല്ല പറയുന്നത്. എല്ലാ അക്കാഡമികളിലും അതിൻ്റെതായ ഇപ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും ഇല്ല. നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് അങ്ങനൊന്നും അല്ല പറയുന്നത്. നമ്മളുടെ അധ്യാപകർ കുട്ടികളോടൊപ്പം ചേർന്ന് നിന്ന് അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കും അത് കൃത്യമായിട്ട് അറിയാം. അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ദിശ അക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മുടെ GD ക്ലാസ്സുകളൊക്കെ കണ്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഏത് അക്കാഡമിയിൽ നിന്ന് വരുന്നവരാരും, ഇനി ഒരു പക്ഷേ നിങ്ങളിപ്പം പോയത് ശരിയായില്ല എന്നുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്കും വന്ന് അറ്റൻഡ് ചെയ്യുക. കാരണം സ്കോളർഷിപ്പ് ടെസ്റ്റാണ്,
ഒരു ടെസ്റ്റ് നടത്തിയാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതൊരു വലിയ അവസരം കൂടെ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് വീണ്ടും നല്ലൊരു സ്റ്റാർട്ടിന് പറ്റിയ അവസരം കൂടിയാണ്. സാർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ആൾക്കാരെ സാറ് തന്നെ ഈ ചോദ്യം, സാറിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. വേറെ എന്താണ് പറയുന്നത് സാർ? ഇപ്പം എക്സാമിനെ പറ്റി ആർക്കൊക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ എവിടെയൊക്കെയാണ് എക്സാം നടക്കുക, എങ്ങനെയാണ് എക്സാം, ഈ പാറ്റേൺ എന്താണ്? അതായത് നമ്മുടെ 3 അക്കാഡമിയിൽ, ഇപ്പം നമ്മുടെ കൊല്ലത്ത് അക്കാഡമി മാർച്ച് 18 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ എക്സാം വരുന്നത് മാർച്ച് 2-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് സെന്റർ ഉണ്ടായിരിക്കത്തില്ല. ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കര ഈ 3 സെന്ററുകളിൽ മാർച്ച് 2-ാം തീയതി 11 മണിക്കാണ് എന്ത് ചെയ്യുന്നത്, എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഫോം രജിസ്റ്റർ ചെയ്യുക. ആ ഫോമിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അത് നമ്മുടെ എല്ലാ വീഡിയോയുടെയും താഴെ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഗൂഗിൾ ഫോമിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷനായിട്ട് കാണാം നിങ്ങൾ ഏത് അക്കാഡമിയാണ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അക്കാഡമിയുടെ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി, നിങ്ങളുടെ പ്ലേസ് പറയും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഏത് അക്കാഡമിയാണ് എക്സാം എഴുതാൻ പ്രിഫർ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഈ 3 അക്കാഡമികളിൽ ഓഫ്ലൈനായിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നത്. അതായത് നമ്മുടെ ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു 100 മാർക്സ് ക്വസ്റ്റ്യൻസ് വരുന്ന 1 അവർ പരീക്ഷയായിട്ടായിരിക്കും നടത്തുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് മിടുക്കരായിട്ടുള്ള എക്സാം കാത്തിരിക്കുന്ന, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ചില വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ എക്സാം എന്ന് പറയുന്നത്. ഇപ്പോഴേ സീരിയസ് ആയിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഈ ഒരു വർഷം ഒരുപാട് എക്സാം ഇല്ലേ സാർ? ഓക്കെ സാർ. അപ്പോൾ അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്നത് ഇതാണ്, എക്സാം എപ്പോഴാണ് കഴിയുക, അല്ലെങ്കിൽ എപ്പോഴാണ് നടത്തുക, അത് കഴിഞ്ഞ് എപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരിക, അത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, തുടങ്ങിയ രീതി. അതായത് നമുക്ക് ഇവിടെ ഒരു ബാച്ച് റൺ ചെയ്യുന്നുണ്ടല്ലോ, അതേ സാധനം കൊടുക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ള രീതിയിലും ചോദിക്കുന്നത്. നമ്മളൊരു സ്ട്രക്ചർ അതിന് ഞാൻ ഒരു കൃത്യമായ മറുപടി തരാം. നമ്മുടെ മാർച്ച് 2-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ മാർച്ച് 4-ാം തീയതി തന്നെ ആ പരീക്ഷയുടെ റിസൾട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ അനൗൺസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ആരാണ്, സെക്കൻഡ് പൊസിഷനുകളിൽ വന്നിട്ടുള്ള ആരാണ്, തേർഡ് പൊസിഷനിൽ വന്നിട്ടുള്ളവർ ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇത് മാർച്ച് 4-ാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 6-ാം തീയതി മുതൽ നമ്മൾ ബാച്ചുകൾ ആരംഭിക്കും. നമ്മുടെ കാലിക്കറ്റ്, കൊട്ടാരക്കര, അതുപോലെ ട്രിവാൻഡ്രം അക്കാഡമികളിൽ അത് പറയാം, എല്ലാം പറയാം. അപ്പം മാർച്ച് 6-ാം തീയതി മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8-ാം തീയതി വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം തരും. അതായത് ഈ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് 8-ാം തീയതി വരെ ജോയിൻ ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പോൾ ആ ജോയിൻ ചെയ്യുന്നവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇനി ഇത് സാറ് ചോദിച്ചതുപോലെ എന്താണ് ഇതിനകത്ത് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 100% സ്കോളർഷിപ്പ് ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കും. അതായത് ഈ പരീക്ഷ ഫുൾ ഫ്രീ ആയിട്ട് ഒരാളെ നമ്മൾ ഇത് ചെയ്യും കേരളത്തിൽ. അതുപോലെ തന്നെ ഈ 4 അക്കാഡമികളിലും നമ്മൾ 50% ഓഫിൽ ഓരോ വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കും. അതുപോലെ തന്നെ 25% ഓഫറിലും ഈ 4 അക്കാഡമികളിലും ഓരോ വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കും. ഇനി ഈ എക്സാം എഴുതാൻ വരുന്നവർ വിചാരിക്കും, അപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഓഫർ ഒന്നും കിട്ടത്തില്ലേ. എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നമ്മൾ 10% ഓഫ് കൊടുക്കും. ഏകദേശം നിങ്ങൾക്കൊരു ഫീസിനകത്ത് 2000 റുപ്പീസ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എക്സാം എഴുതുന്ന എല്ലാ ആളുകൾക്കും അതിൻ്റെ പ്രയോജനം കിട്ടും. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ എപ്പോഴും നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ടൈമിൽ, കാരണം ഒരുപാട് പേര് വിളിച്ചിട്ട് എന്തെങ്കിലും ഫീസിന് കുറവുണ്ടോ, കുറയ്ക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അത് ഈ ഒരാഴ്ച, അതായത് 2-ാം തീയതി പരീക്ഷ എഴുതുക, 8-ാം തീയതി വരെയാണ് അതിൻ്റെ പ്രോസസ്സുകൾ നിൽക്കുന്നത്. അതോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ സാർ 8-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, 8-ാം തീയതി വരെ അവസരമുണ്ട്. 6-ാം തീയതി ക്ലാസ് തുടങ്ങും. 8-ാം തീയതി വരെ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതുന്നവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണല്ലേ സാർ? ഓക്കെ. അപ്പോൾ ആക്ച്വലി ഇത് RRB റെയിൽവേയുടെ സെപ്പറേറ്റ് ബാച്ചാണ്. റെയിൽവേക്ക് വേണ്ടി മാത്രമുള്ള ബാച്ചുകളാണ്, അല്ലാതെ അത് മിക്സഡ് ബാച്ചുകളൊന്നും അല്ല. റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ബാച്ചാണ്. റെയിൽവേക്ക് ഒരുങ്ങുന്നവരാണെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാം സാർ. ഓക്കെ, അപ്പോൾ RRB പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോഴേ സീരിയസ് ആയിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് നല്ലൊരു അവസരം തന്നെയാണ് നമ്മുടെ സ്കോളർഷിപ്പ് ടെസ്റ്റ്. സാർ, അതിന്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ഒരു കൺസേൺ ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ ചോദിക്കാം. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, നമ്മൾ SSC GD കുട്ടികൾ, അവർ അടുത്ത ഡിസംബറിൽ എക്സാമിന് വേണ്ടിയിട്ട്. ഇപ്പം എക്സാം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കുറച്ച് നേരത്തെ തുടങ്ങണം. ചില ആൾക്കാർ പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ യൂട്യൂബ് നോക്കിയാൽ പ്രിപ്പയർ ചെയ്തത്, പിന്നെ അടുത്ത പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അപ്പോൾ നമ്മുടെ അതുൽ സാറിന്റെ വലിയൊരു റിക്വസ്റ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. അതുൽ സാർ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ അതുൽ സാറിന്റെ ആ ഒരു റിക്വസ്റ്റ് നമ്മൾ ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് തന്നെ കണ്ടിട്ട്, ഈ
മന്ത് ലാസ്റ്റ് തന്നെ, അതായത് മാർച്ച് ലാസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ ഈ റെയിൽവേയുടെ സ്കോളർഷിപ്പ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മന്ത് ലാസ്റ്റിൽ തന്നെ നമ്മളൊരു GD അടുത്ത SSC GDക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്കായിട്ട് ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് കൊടുക്കും. അതും ഈ പറഞ്ഞതുപോലെ ഈ SSC എക്സാംസിലെ കുറേ GDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഫോഴ്സിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന കുറേ ചെറുപ്പക്കാർ, യുവാക്കളും യുവതികളും ഒക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ച് ഒരു ചെറിയ ഫീസ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അവർക്കൊരു സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ മന്ത്, അതായത് നമ്മുടെ മാർച്ച് ലാസ്റ്റോട് കൂടി അവർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ കൂടി നടത്തുന്നതാണ്. അപ്പോൾ അതിൽ സാർ ഹാപ്പിയായോ? ഓക്കെ സാർ. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഈ എക്സാം കഴിയുമ്പോൾ തന്നെ അവർ മെസ്സേജ് അയക്കും, മുന്നേ പ്രിപ്പയർ ചെയ്യണം സാറേ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം തന്നെ കൊണ്ടുവരാൻ കാര്യം, അപ്പോൾ റെയിൽവേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പരീക്ഷ വന്നിട്ട് പഠിക്കുന്ന രീതിയിൽ നിന്ന് മാറി ഇവരെ മുന്നേ ഒരു എക്സാമിന് വേണ്ടി, ഇപ്പോൾ അക്കാഡമിയുടെ കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു 100 ദിവസത്തെ മെറ്റീരിയൽ സോൾവ് ചെയ്യാനായിട്ടുണ്ട്. ആദ്യം 100 ഡേയ്സ് ബിഗിനേഴ്സ് മെറ്റീരിയൽ, അതൊരു 6 മാസം എടുത്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ 6 മാസത്തിനകത്ത് നമ്മുടെ സിലബസും കവറപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 6 മന്ത്സ് എന്ന് പറയുന്നത് ഫോക്കസ് ബാച്ച് മെറ്റീരിയലുകൾ, ലാബ്, മോക്ക് എക്സാംസ് എന്ന രീതിയിലായിരിക്കും പോകുന്നത്. അങ്ങനെ ടോട്ടൽ ഒരു 1 ഇയറിനകത്ത് ഒരു പാക്കേജ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ഈ പരീക്ഷകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ഒരുക്കുക വളരെ മുന്നേ തന്നെ എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സാർ, ക്ലാസ് മാത്രമല്ല, നമ്മളെ ലാബും മറ്റു ഫെസിലിറ്റീസും ഒക്കെ എങ്ങനെയാണ് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുക? ഇവർക്കെല്ലാം ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് വഴി വരുന്ന കുട്ടികൾക്ക് നമ്മുടെ നോർമൽ സ്റ്റുഡൻസ് എങ്ങനെയാണോ പഠിക്കുന്ന അതേ ഫീച്ചേഴ്സിൽ തന്നെ പഠിക്കാം. അതിനകത്തൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ക്ലാസ്സുകളെല്ലാം പഴയതുപോലെ തന്നെയാണ്. 6 മാസത്തെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൽ കംപ്ലീറ്റ് സിലബസും കവറപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫോക്കസ് ബാച്ചുകൾ, മോക്ക് എക്സാംസ് അങ്ങനെ പോകും. ഓക്കെ, അല്ല അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഓക്കെ സാർ. അപ്പോൾ എനിക്ക് ബേസിക് ആയിട്ട് ഇത്രയും സാധനങ്ങളാണ് വന്നത്. അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി സാറിന് വായിച്ചു. അപ്പോൾ അല്ല, ഞാൻ അതുൽ സാർ ചോദിച്ച ചോദ്യങ്ങൾ വളരെ വിലപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഈ എക്സാമിനെ കുറിച്ച് പലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമാണ്, എന്തിനാണ് സ്കോളർഷിപ്പ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് ഞങ്ങൾ വന്ന്. ഇപ്പോൾ എനിക്കറിയാം ഏകദേശം ഒരു 300ഓളം സ്റ്റുഡൻസ് ഇപ്പം തന്നെ കേരളത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി വളരെ കുറച്ച് കുട്ടികളെയും കൂടെ മാത്രമേ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വിവരം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനും താല്പര്യമുള്ള ആളുകൾ ഫെബ്രുവരി 29 മുമ്പ് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫെബ്രുവരി 29 നമ്മൾ ഈ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. ഈ വർഷം ഒരു ലീപ്പ് ഇയർ ആയതുകൊണ്ട് ഒരു ദിവസം കൂടെ ഉണ്ട്. അതുകൊണ്ട് 29 നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ക്ലോസ് ചെയ്യുന്നു. അഡ്മിഷൻ ക്ലോസ് ഈ പറയുന്ന ഫോമിൽ, ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റും. എന്നിട്ട് 1 നിങ്ങളെ എല്ലാവരെയും തിരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരെ എല്ലാം തിരിച്ചു വിളിക്കുകയും ഈ പറയുന്ന എക്സാമിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ അറിയിക്കുകയും ചെയ്യും. 11 മണിക്കാണ് എക്സാം. അപ്പം ഈ അവസരം ആരും നഷ്ടപ്പെടുത്താതിരിക്കുക, നന്നായി ഉപയോഗിക്കാൻ. ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ 100% ഓഫ് ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പം ഈ എക്സാമിന് സീരിയസ് ആയിട്ട് നോക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ഓഫ്ലൈൻ വരാൻ താല്പര്യമുള്ള ആളുകൾ തന്നെ വന്നിട്ട് എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതും കൂടെ സാറൊന്ന് പറയണം. കാരണം വെറുതെ ഒരാൾ വന്ന് എക്സാം എഴുതി അയാൾ ആ ഓഫ് എടുക്കുന്നു ഇല്ലെങ്കിൽ അർഹതപ്പെട്ട ആൾക്കാർക്ക് അത് കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ. തീർച്ചയായിട്ടും ഇപ്പോൾ സാറ് പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഉത്തരം. അവർ അത് കറക്റ്റായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുക, അതാണ് സാർ ഉദ്ദേശിച്ചത്. അത് കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എക്സാമിൻ്റെ സീരിയസ്നെസ്സിൽ തന്നെ നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന നമ്മുടെ റെയിൽവേയുടെ ടോപ്പിക്ക് പോലെ തന്നെ മാത്സിൽ നിന്ന് ഈ പറയുന്ന റീസണിങ് പോലെയുള്ള ഏരിയകളും, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, GKയുടെ ടോപ്പിക്കുകളും, ഇത് 3 ആയിരിക്കും മെയിനായിട്ട് നമ്മൾ ഈ ടോപ്പിക്ക് ഭാഗമായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാത്സിലുള്ള എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള ഏരിയകളൊന്നും അല്ല, നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന മാത്സിൻ്റെ ഏരിയകൾ, അതുപോലെ തന്നെ റീസണിങ്ങിൻ്റെ ഏരിയ, ജനറൽ GK ഉള്ള ഐഡിയ ഉള്ളവർക്ക് എല്ലാവർക്കും ഈ എക്സാം എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റെന്തെങ്കിലും എല്ലാവർക്കും റെയിൽവേ കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അവസരം ഉപയോഗിക്കാനായിട്ട് സാധിക്കട്ടെ. ഒന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദിശയുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, 29 നമ്മൾ ക്ലോസ് ചെയ്യും ഈ ഗൂഗിൾ ഫോം ഷീറ്റ് ഫില്ല് ചെയ്യുന്നത്. അതുപോലെ ഞാൻ വളരെ വൃത്തിയായിട്ട് പറയുകയാണ്, നിങ്ങൾ അന്നത്തെ ദിവസം പരീക്ഷയുടെ അന്ന് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് മുന്നേ തന്നെ എത്ര സ്റ്റുഡൻസ് ഉണ്ട് പരീക്ഷയ്ക്കെന്ന് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. 29 എന്ന് പറഞ്ഞ ഡേറ്റ് ഓർത്ത് വെക്കുക, അന്നാണത് ഫില്ല് ചെയ്യേണ്ടത്. മുന്നേ തന്നെ നിങ്ങളങ്ങ് ചെയ്തു പോകാൻ ശ്രമിക്കുക. മാർച്ച് 2 11 മണിക്ക് കേരളത്തിലെ 3 ജില്ലകളിൽ വെച്ചിട്ട് നടത്തുന്ന ഓൾ കേരള സ്കോളർഷിപ്പ് ടെസ്റ്റ്, ദിശ അക്കാഡമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ടെസ്റ്റ് പങ്കെടുക്കാനും അതിലൂടെ വിജയിയാവാനും 100% സ്കോളർഷിപ്പ് നേടാനും എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.